പ്രശാന്തബാബു വെളിപ്പെടുത്തിയത്. ഞാനന്ന് DCC ഓഫീസിൽ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരവെ DCC പ്രസിഡന്റായിരുന്ന K. സുധാകരൻ തൃപ്രയാറിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഒരു ക്രിമിനൽ സംഘത്തിന് നിർദ്ദേശം കൊടുക്കുന്നത് കേട്ടു. ആ നിർദ്ദേശം എന്ന് പറയുന്നത് സേവറി ഹോട്ടലിന് നേരെ നടത്തുന്ന ബോംബാക്രമണമാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ബോംബ് സ്ഫോടനത്തിന്റെ ഒച്ചയും കേട്ടു. യഥാർത്ഥത്തിൽ പ്രശാന്തബാബു വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് പരിശോധിച്ചാൽ K. സുധാകരൻ നടത്തിയ കുറ്റസമ്മത മൊഴി അതീവ ഗൌരവമായിട്ടാണ് പരിഗണിക്കേണ്ടത്. നേരത്തെ സേവറി നാണു കേസിന്റെ വിചാരണ സെഷൻസ് കോടതിയിൽ നടത്തുകയും അതിന്റെ മേലെ അപ്പീല് ഹൈക്കോടതിയിൽ നടക്കുകയും ചെയ്തതാണ്. പക്ഷെ അന്ന് K. സുധാകരൻ പ്രതിയായിരുന്നില്ല. K. സുധാകരന്റെ പുതിയ വെളിപ്പെടുത്തൽ നക്സൽ നേതാവ് വർഗീസിന്റെ കൊലപാതക കേസിന്റെ സത്യമെന്തെന്ന് പിന്നീട് വെളിപ്പെടുത്തിയ പോലീസുകാരനെ പോലെയുള്ള കുറ്റം ചെയ്ത പ്രതിയുടെ വെളിപ്പെടുത്തൽ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു കോൺഗ്രസ് നടത്തിയ ഏക കൊലപാതകമാണ് സേവറി നാണു കൊലപാതകം എന്ന് മാത്രമല്ല അത് കോൺഗ്രസിന് പറ്റിയ ഒരു കൈപ്പിഴയുമാണ്. ക്രിമിനൽ സംഘത്തെ കൊലപാതകം നടത്താൻ വേണ്ടി പറഞ്ഞയച്ചയാൾ സുധാകരനാണ് താൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം എറണാകുളത്തെ വാർത്താ സമ്മേളനത്തിൽ പതിവ് കലാപരിപാടിയായ അട്ടഹാസവും വീരവാദവും മലയാളികൾ കാണുകയും കേൾക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറയുന്നത് എനിക്കെതിരായ ആരോപണങ്ങളിൽ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ പണി അവസാനിപ്പിക്കുമെന്നാണ്. തെളിവെന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞ കുറ്റസമ്മതമാണ്. അപ്പൊ രാഷ്ട്രീയ പണി നിർത്താനായി. നാൽപ്പാടി വാസു കൊലക്കേസിൽ FIR പ്രകാരം അദ്ദേഹം പ്രതിയാണ്. പിന്നീട് UDF ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ഇപ്പൊ അദ്ദേഹം വെളിപ്പെടുത്തിയത് അങ്ങ് അകലെയുള്ള നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു, അദ്ദേഹം അങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിരപരാധിയായ നാൽപ്പാടി വാസുവിനെയാണ് വെടിവെച്ചു കൊന്നത്. അദ്ദേഹത്തിന്റെ അനുയായികൾ കോടതിയിൽ പ്രതികളായ ഗൺമേൻ അടക്കമുള്ളവർ വാദിച്ച വാദം സുധാകരന്റെ ആത്മരക്ഷാർത്ഥം വെടിവെച്ചു എന്നാണ്. അങ്ങ് അകലെയുള്ളയാൾ വെടിയേറ്റ് മരിച്ചു, നാൽപ്പാടി വാസുവാണത് എന്ന് ഇന്നിപ്പോ പറയുമ്പോ നേരത്തെ അദ്ദേഹത്തിന്റെ അനുയായികൾ എടുത്ത ഡിഫൻസ് പ്രതിരോധം തികച്ചും കള്ളമായിരുന്നു എന്ന് ഇദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. തന്നെ ആക്രമിക്കാൻ വന്നവരിൽ നിന്ന് ആത്മരക്ഷാർത്ഥം സുധാകരനെ രക്ഷിക്കാൻ വേണ്ടി വെടിവെച്ചതല്ല, അങ്ങ് അകലെയുള്ള ഒരാളെ ആക്രമിക്കാൻ വരാത്ത ഒരാളെ വെടിവെച്ചു കൊന്നതാണ്. അപ്പൊ നാൽപ്പാടി വാസു കേസിൽ FIR-ൽ പ്രതിയായ സുധാകരനെ പിന്നീട് UDF സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് രക്ഷപ്പെടുത്തിയ സുധാകരന്റെ തന്നെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ പ്രതിയാണ് എന്നുള്ള വസ്തുതയാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ തെളിവ് ഏതാ? അദ്ദേഹത്തിന്റെ തന്നെ കുറ്റസമ്മത മൊഴിയാണ്. അപ്പോൾ രണ്ടാമത്തെ ഈ തെളിവ് പരിശോധിച്ചാലും അദ്ദേഹം രാഷ്ട്രീയ പണി നിർത്തേണ്ട സമയമായി. മൂന്നാമത് EP ജയരാജൻ വധശ്രമ കേസിൽ FIR പ്രകാരം അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹം ഇപ്പൊ പറയുന്നത് എന്റെ കയ്യിൽ തോക്കില്ലെന്നാണ്. പിന്നെ എവിടുന്നാണ് ആ FIR റെയിൽവേ പോലീസിന്റെ കയ്യിലുണ്ട്. അതിൽ പ്രതി തന്നെ പിടിക്കപ്പെട്ട പ്രതി പറയുന്നത് എനിക്ക് തോക്ക് തന്നത് സുധാകരനാണ്. അപ്പോ എവിടുന്നാണ് തോക്ക് സുധാകരൻ EP ജയരാജന്റെ വധശ്രമ കേസിലെ പ്രതിക്ക് കൊടുത്തത്? കാപ്പാടൻ രമേശൻ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസുകാരനായിരുന്നു. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അന്നത്തെ ഗുണ്ടാ സംഘത്തിന്റെ ഭാഗമായി കാപ്പാടൻ രമേശൻ അടക്കമുള്ളവരെ ചൊവ്വയിൽ പോലീസ് സംഘം പിടികൂടിയപ്പോ അതിലും തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് കാപ്പാടൻ രമേശൻ പോലീസിന് കൊടുത്ത മൊഴി ഇന്നും പോലീസ് രേഖയിൽ കാണും. തോക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ അത് സുധാകരൻ തന്നിട്ടാണ് എന്നാണ്. ചിത്രസഹിതം മാധ്യമങ്ങളിൽ അതിന്റെ റിപ്പോർട്ട് വന്നതാണ്. അപ്പൊ തെളിവുകളും നിരവധിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ് കൊലപാതകങ്ങൾ തന്റെ കൂടി പങ്കും അറിവും ഉണ്ടെന്ന്. അത്തരം ഒരു സാഹചര്യത്തിലാണ് നാൽപ്പാടി വാസുവിന്റെയും സേവറി നാണുവിന്റെയും ബന്ധുക്കൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഈ ഇരകളുടെ കുടുംബം നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ CPIM എല്ലാ വിധത്തിലും സഹായിക്കും. അവരോടൊപ്പമായിരിക്കും CPIM നിലകൊള്ളുക. മറ്റൊരു വാദം സമീപകാലത്തായി അദ്ദേഹം നടത്തിയതും ഇപ്പോൾ ആവർത്തിക്കുന്നതുമായിട്ട കാര്യം തലശ്ശേരി കലാപം സംബന്ധിച്ചാണ്. തലശ്ശേരി കലാപം 1971 ഡിസംബർ ഒടുവിൽ ജനുവരി ആദ്യം നടന്നിട്ടുള്ള കലാപമാണ്. ആ കലാപത്തിൽ CPIM-നെ കുറ്റപ്പെടുത്തുകയാണ്. പിണറായി വിജയനാണ് ആ കലാപത്തിന് ഉത്തരവാദി എന്ന് പറയുകയാണ്. അല്പന അർത്ഥം കിട്ടിയാൽ
അർദ്ധരാത്രിയും കുടപിടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ചരിത്രം അറിയാത്തവർ ഇങ്ങനെയുള്ള വിഡ്ഢിത്തം പുലമ്പരുത്. തലശ്ശേരി കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് വിധേയത്തിൽ അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, തലശ്ശേരി കലാപം നടക്കുമ്പോൾ ആ കലാപം അവസാനിപ്പിക്കാനും കലാപം അമർച്ച ചെയ്യാനും ജനങ്ങളെ മതസൗഹാർദ്ദത്തിന്റെ പാതയിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ച ഏക പാർട്ടി CPIM ആണ്. CPIMന്റെ നേതാക്കളാണ് അവിടെ രംഗത്തിറങ്ങിയത്. ഇന്നിപ്പോ പ്രായം ഒട്ടേറെയായി. മാണപ്പിടിയിൽ അന്ന് RSSകാർ വീട് ആക്രമിച്ച് കൊല ചെയ്യാൻ വന്ന ആ അക്രമികളിൽ നിന്ന് അബ്ദുറഹിമാനും അബ്ദുറഹിമാന്റെ സഹോദരിയും അടക്കമുള്ള കുടുംബത്തെ രക്ഷപ്പെടുത്തിയ കഥ അവർ പറയും. അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ സത്യം ചില ചാനലുകളോട് വ്യക്തമാക്കിയതാണ്. അബ്ദുറഹിമാൻ പറഞ്ഞ കാര്യം എന്താ? അന്ന് RSSന്റെ ക്രിമിനൽ സംഘം വീട് ആക്രമിക്കാൻ വന്നപ്പോ, വീട്ടിലുള്ളത് കൊള്ള ചെയ്യാൻ വന്നപ്പോ രക്ഷക്കെത്തിയത് CPIMന്റെ നേതാക്കളാണ്, പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളാണ് ഞങ്ങളുടെ രക്ഷക്കെത്തിയത്. പിണറായി പഞ്ചായത്തിലെ ഉമ്മൻചിറാഗ് എന്ന് പറയുന്ന പ്രദേശം കലാപം നടക്കുന്ന സമയം 1971 ഡിസംബർ 30, 31, 1 ആ തീയതികൾ, ഡിസംബറും തൊട്ടടുത്ത വർഷം ജനുവരിയുമായി വ്യത്യസ്ത ദിവസങ്ങൾ. ആ സമയത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഉമ്മൻചിറയിൽ ഇതേ രീതിയിൽ RSSകാർ അക്രമത്തിന് രംഗത്ത് വന്നപ്പോ തടയാൻ എത്തിച്ചേർന്നത് VM വേലായുധൻ, CPMന്റെ ഏറിയ നേതാവായിരുന്നു. അദ്ദേഹത്തെ പോലീസ് പിടിക്കാൻ നോക്കിയപ്പോ സ്ത്രീകൾ വീടുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് പോലീസുകാരോട് പറഞ്ഞത്, ഇയാളല്ല ഞങ്ങളെ ആക്രമിക്കാൻ വന്നത്, ഇദ്ദേഹം ഞങ്ങളെ രക്ഷക്കാണെത്തിയത്, ഇദ്ദേഹം അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീടുകൾ കൊള്ള ചെയ്തേനെ, ഞങ്ങൾ ആക്രമിച്ചേനെ എന്നാണ്. അപ്പോ CPIMന്റെ പ്രവർത്തകന്മാർ നാടാകെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി വർഗീയവാദികളിൽ നിന്ന് അക്രമത്തിനിരയാവുന്ന മുസ്ലിം സഹോദരങ്ങളെ രക്ഷിക്കാനാണ് രംഗത്തിറങ്ങിയത്. അതുതന്നെയാണ് വെരുമ്പായിലെ മുസ്ലിം പള്ളി ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോ അതിന് കാവല് കിടന്ന് അക്രമികളിൽ നിന്നും ആ പള്ളി രക്ഷിക്കാൻ, പള്ളി ആക്രമിക്കപ്പെട്ടാൽ പിന്നീട് ഹിന്ദുക്കളുടെ ക്ഷേത്രം ആക്രമിക്കപ്പെടും, വർഗീയവാദികൾ രണ്ട് ചേരിയായി നിൽക്കുകയാണ്, അത് തടയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കാവൽ നിന്നതിനാണ് UK കുഞ്ഞിരാമൻ CPIMന്റെ നേതാവിനെ അക്കാലത്ത് ക്രൂരമായി RSSകാർ വെട്ടിനുറുക്കി കൊന്നത്. അതുകൊണ്ട് തലശ്ശേരി കലാപത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ചുരുങ്ങിയത് ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ടെങ്കിലും വായിച്ചു നോക്കാനുള്ള വിവേകം KPCCയുടെ പുതിയ അധ്യക്ഷനുണ്ടാവണം. രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ടതിന് ശേഷം തിരിച്ചെത്തി ഇന്ന് പറഞ്ഞതുപോലെ സുധാകരനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇനിയെങ്കിലും ഈ വിവാദം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. വെറുതെ ചെറിയ ചൊറി മാന്തി പുണ്ണാക്കി കോൺഗ്രസിന് പോലും ബലിയാകുന്ന പണിയിലേക്ക് പോകരുത് എന്നാണ് ചെന്നിത്തല ഇന്ന് ഉപദേശിച്ചത്. പക്ഷേ ഞാൻ നന്നാവൂല, തല്ലണ്ട അമ്മാമ, ഞാൻ തല്ലിയാലും നന്നാവൂല എന്ന് പറയുന്ന കൂട്ടത്തിലുള്ളതാണ് ഈ സുധാകരാദികൾ എന്നതുകൊണ്ട്. പക്ഷേ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്, ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നു. DCC ഓഫീസാണ് നേരത്തെ തോക്ക് ബോംബ് രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമെങ്കിൽ ഇനി KPCC ആഫീസായിരിക്കും അത്തരമൊരു കേന്ദ്രമാക്കുക എന്നതിന്റെ സൂചനയാണ് ഈ അട്ടഹാസവും വീരവാദവും തെളിയിക്കുന്നത്. നാടുവധക്കേസിൽ കുടുംബത്തിന്റെ പുനരന്വേഷണം വേണമെന്ന ആവശ്യം, ആ ആവശ്യത്തെ പാർട്ടി പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു. അത് പാർട്ടി ഔദ്യോഗികമായി ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടും. തീർച്ചയായും അവരുടെ പരാതി ഉണ്ടല്ലോ, ആ പരാതി നിയമപരമായി ഏത് രീതിയിലാണോ ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സമർപ്പിക്കേണ്ടത് അങ്ങനെ സമർപ്പിക്കും. പോലീസിന് കൊടുക്കേണ്ട പരാതി പോലീസിന് കൊടുക്കും, ഒപ്പം കോടതിയിൽ സമർപ്പിക്കാനുള്ള വല്ല വഴികളുണ്ടെങ്കിൽ അതും തീർക്കും. പ്രശാന്ത് ബാബു വിജിലൻസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്, സ്വത്ത് സമ്പാദനത്തെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് പോലീസ് നടത്തുന്ന രൂപമാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുക? അത് തന്നെയാണ് മമ്പർ ദിവാകരൻ പറഞ്ഞത്. KPCC അംഗം ചെറുക്കൽ രാജാസ് സ്കൂൾ വാങ്ങുന്നതിന് വേണ്ടി കരുണാകരൻ ട്രസ്റ്റ് രൂപീകരിച്ച് അതിന്റെ പേരിൽ 30 കോടിയിലേറെ പിരിച്ചു. വിദേശത്ത് നിന്നും രാജ്യത്തിനകത്ത് നിന്നും പിരിച്ചു. ആ പണം ആവിയായി പോയി. ആ പണം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. മാത്രമല്ല സ്കൂൾ വാങ്ങിയില്ല. സ്കൂളിന് വേണ്ടി ഒരു കത്ത് പിന്നീട് സുധാകരൻ ചെറുക്കൽ കോവിലകത്തെ സ്കൂളിന്റെ ഉടമകൾക്ക് നൽകി, സുരേഷ് വർമ്മക്ക് നൽകി. ആ കത്തിൽ പറയുന്നത് കരുണാകരൻ ട്രസ്റ്റിന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനല്ല, സ്വകാര്യ ട്രസ്റ്റിന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനാണ്.
എന്നാൽ സ്വകാര്യ ട്രസ്റ്റും വാങ്ങിയില്ല. അപ്പൊ ആ കാശ് എന്ത് ചെയ്തു? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നേരത്തെ ചെറുപുഴയിൽ കരുണാകരൻ ട്രസ്റ്റ് ഉണ്ടാക്കി പണം പിരിച്ച് ഒരു ആശുപത്രി പണിയുമെന്ന് പറഞ്ഞ് പണം പിരിച്ചവരെ വഞ്ചിച്ച ആ നടപടിക്കെതിരെ പരാതിപ്പെട്ടതിനെ തുടർന്ന് കേസെടുത്തിരുന്നു. അവര് ജയിലിലായി. DCC എക്സിക്യൂട്ടീവ് അംഗം ഉൾപ്പെടെ. ഏതാണ്ട് അതിന് സമാനമാണ് ഇപ്പോ ചെറക്കൽ രാജാസ് സ്കൂള് വിലക്ക് വാങ്ങാൻ വേണ്ടി കരുണാകര ട്രസ്റ്റ് ഉണ്ടാക്കി പണം പിരിച്ച സുധാകര നടപടി. ഇതിനകം ആ പ്രശ്നം സംബന്ധിച്ച് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. വീരവാദങ്ങൾ മുഴക്കിയിട്ടുള്ള സുധാകരൻ അതിനെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. കാരണം ഒക്കത്തിരിക്കുന്നവർക്ക് മാത്രമേ സത്യം പറയാൻ കഴിയൂ. പ്രശാന്ത ബാബു ഒക്കത്തിരുന്ന ദീർഘകാലം സന്തത സഹചാരിയായി ഒക്കത്തിരുന്നയാളാണ്. ആ ഒക്കത്തിരുന്ന പ്രശാന്ത ബാബു സത്യം പുറത്തു പറഞ്ഞപ്പോൾ ആ സത്യത്തെ നിഷേധിക്കാൻ കഴിയുന്നതല്ല. മറ്റൊരു ഈ പണ്ഡിത ഗോപാലിന്റെ മകൻ ഷാജി പിണറായി വിജയനെതിരെ ചില ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് വെളുത്തായി ബാബുവിനെ കൊലപ്പെടുത്തുന്നതിൽ ആസൂത്രണം ചെയ്തത് പിണറായിയാണ്. ഒപ്പം അയാളെ ഈ ഷാജിയെ ക്രൂരമായി മർദ്ദിച്ചു, അയാളുടെ കൈയും കാലും തല്ലിയൊടിച്ചു. അതൊക്കെ ചെയ്തത്, അതിനൊക്കെ നിർദ്ദേശം നൽകിയത് പിണറായിയാണ് എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ഒരാളായിരുന്നപ്പോൾ ആളുടെ മകനാണ് ഇത്തരത്തിലൊരു ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പറയും. ഷാജി നേരത്തെയും ഇത്തരത്തിലുള്ള വാസ്തവവിരുദ്ധമായ ആരോപണങ്ങൾ പിണറായി വിജയനെതിരായി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തതല്ല. അദ്ദേഹം പാണ്ഡ്യാല ഗോപാലൻ മാഷ മകനാണ് എന്നുള്ളത് സത്യം. പക്ഷേ ദീർഘകാലമായി അദ്ദേഹം പിണറായി വിരുദ്ധവും മാർക്സിസ്റ്റ് വിരുദ്ധവുമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം അടിസ്ഥാനരഹിതവുമാണ്. അപ്പൊ അത് കഴിഞ്ഞ ദിവസം കണ്ണൂർക്കാരനെ കൊണ്ടുപോയി എറണാകുളത്ത് എത്തിച്ച് വാർത്താ സമ്മേളനം നടത്തി പ്രസന്റ് ചെയ്തല്ലോ. അപ്പൊ അദ്ദേഹം ഒരു കൈ ഉയർത്തിപ്പിടിച്ച് കാണിച്ചിട്ട് പറഞ്ഞല്ലോ, എന്റെ കൈക്ക് നേരെ പിണറായി വിജയൻ വാളെടുത്ത് വെട്ടിയും. അദ്ദേഹത്തോട് എറണാകുളത്തെ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾക്കാണെങ്കിൽ അദ്ദേഹത്തെ വിവരങ്ങൾ എടുത്തിട്ട് ചോദിക്കാം. എറണാകുളത്തെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, എന്നിട്ട് പിണറായി വിജയന്റെ പേരിൽ കേസെടുത്തിട്ടില്ലല്ലോ. അതിനൊരക്ഷരവും ഇല്ലാടാൻ കഴിയുന്നില്ല. നിങ്ങളുടെ പേരിൽ ദിനേശ് ബീഡി ഫാക്ടറി കത്തിച്ചതിന്റെ പേരിൽ കേസുണ്ടല്ലോ, അതിനും മറുപടിയില്ല. ഇന്നിപ്പോ യഥാർത്ഥ മറുപടി വന്നു. അന്ന് AITUC-യുടെ നേതാവായിരുന്ന അന്നത്തെ വീടിത്തൊഴിലാളി സമരസമിതിയുടെ കൺവീനർ ശ്രീധരൻ പറഞ്ഞു, അന്ന് പിണറായി വിജയൻ ഒരക്രമവും കാട്ടിയിട്ടില്ല, ഈ ഗോപി പറഞ്ഞത് പച്ചക്കള്ളാണ്, അന്ന് സമരം നടന്നു എന്നുള്ളത് സത്യമാണ്, ഞാനാണ് ആ സമരത്തെ നയിച്ച സമരസമിതിയുടെ കൺവീനർ, അതുകൊണ്ട് ഗോപി പറഞ്ഞത് ആരും വിശ്വസിക്കരുത്. അതുകൊണ്ട് ഇങ്ങനെ പലരെയും രംഗത്തിറക്കി പിണറായി വിജയനെതിരായിട്ടുള്ള പ്രചരണമൊക്കെ നടത്താൻ നോക്കൂന്നല്ലാതെ അതൊന്നും വസ്തുതയുടെ കണിക പോലും ഇല്ലാത്തതാണ്.